കട്ടപ്പന നഗരസഭ കൗൺസിൽ യോഗം നടന്നു. ചെയർപേഴ്സൺ ബീന ടോമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 11 അജണ്ടകളാണ് ചർച്ച ചെയ്തത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഷോപ്പിംഗ് ഒരു അനുഭവമാക്കൂ. ഹൈ ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റിലൂടെ കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം, TB ജംഗ്ഷൻ, കട്ടപ്പന. മാലിന്യമുക്തം നവകേരളം ആക്ഷൻ പ്ലാൻ റിവൈസ് ചെയ്ത് നൽകുന്നതിനും കട്ടപ്പന നഗരസഭ 14ാം പഞ്ചവത്സര പദ്ധതി 2024-25 വാർഷിക പദ്ധതിയിലേക്കുള്ള വ്യക്തിഗത ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വാർഡ് സഭാ തീയതികൾ നിശ്ചയിച്ചു നൽകുന്നതിനും കൗൺസിൽ തീരുമാനിച്ചു. മർച്ചന്റ് യൂത്ത് വിംഗ് സംഘടിപ്പിച്ച കട്ടപ്പന ഫെസ്റ്റ് നഷ്ടത്തിലായതിനാൽ ഗ്രൗണ്ട് വാടക ഇനത്തിൽ 7 ലക്ഷം രൂപ കുറച്ച് നൽകണമെന്നുള്ള ഫെസ്റ്റ് കമ്മിറ്റി ചെയർമാൻ KP ഹസന്റെ അപേക്ഷ കൗൺസിലിൽ ചർച്ച ചെയ്തു. ഇത് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിനായി പ്രത്യേക കമ്മിറ്റിയെയും ചുമതലപ്പെടുത്തി. കട്ടപ്പന നഗരസഭ കൗൺസിൽ ഇന്ന് ചേരുകയുണ്ടായി. അജണ്ടകളെല്ലാം പരിഗണിക്കുകയുണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായുള്ള പദ്ധതികൾ റിവൈസ് ചെയ്യുന്നതിന് നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. പുതിയ പദ്ധതി അനുസരിച്ച് നമ്മൾ ആസ്പിരേഷൻ ടോയ്ലറ്റുകളും കമ്മ്യൂണിറ്റി ടോയ്ലറ്റുകളും പബ്ലിക് ടോയ്ലറ്റുകളും അതുപോലെ തന്നെ മിനി MCF, RRF അടക്കമുള്ള പദ്ധതികൾക്ക് രൂപം കൊടുക്കാൻ കൗൺസിൽ ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള പ്രോജക്റ്റ് സമർപ്പിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ മാസം തന്നെ സമർപ്പിക്കുവാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ വാർഡ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള വാർഡ് സഭാ യോഗങ്ങൾ ഓഗസ്റ്റ് മാസം 10-ാം തീയതി മുതൽ ആരംഭിക്കുന്നതിന് ഇന്ന് കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ കട്ടപ്പന ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് കട്ടപ്പന ഫെസ്റ്റ് ഇപ്രാവശ്യം നമുക്കറിയാം പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു എന്നുള്ളത് സത്യമാണ്. കടുത്ത വേനലായിരുന്നു എന്നുള്ളത് കൊണ്ട് വലിയ ഒരു മുന്നേറ്റം ഫെസ്റ്റിനുണ്ടായില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് സംബന്ധിച്ച് ഫെസ്റ്റ് കമ്മിറ്റി ചെയർമാന്റെ അപേക്ഷ കൗൺസിൽ പരിഗണിച്ചു. ആ കാര്യത്തിൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയും മുൻ ചെയർമാൻമാരായ ശ്രീ ജോണി കുളമ്പള്ളി, ശ്രീ ജോയി വെട്ടിക്കുഴി, അതുപോലെ വിവിധ കക്ഷി നേതാക്കന്മാരായ ശ്രീ സിജു ചക്കുമൂട്ടിൽ, ശ്രീ തങ്കച്ചംപുരയിടം, ശ്രീമതി സുധർമ്മ മോഹനൻ, ശ്രീ ഷാജി കൂത്തോടി, ശ്രീമതി ബിന്ദുലത രാജു, സെക്രട്ടറി എന്നിവരടങ്ങുന്ന ഒരു സബ് കമ്മിറ്റിക്ക് രൂപം നൽകി. ആ സബ് കമ്മിറ്റി ഈ വിഷയത്തിന്റെ കാഠിന്യവും അല്ലെ അതിന്റെ ഒരു ഇത് പരിഗണിച്ച് അടുത്ത കൗൺസിലിലേക്ക് റിപ്പോർട്ട് ചെയ്യാനാണ് കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത്. അപ്രകാരമാണ് ഇന്നത്തെ കൗൺസിൽ തീരുമാനം. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 11 അജണ്ടകൾ ചർച്ച ചെയ്തു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സാധാരണ പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ തലവേദന തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോ ഹൈ ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് വന്നേ പിന്നെ നോ ടെൻഷൻ. പലചരക്ക് സാധനങ്ങളുടെ വിപുലമായ കളക്ഷൻസ്, കൂടാതെ ഗ്രോസറി, ക്രോക്കറി, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, സ്പോർട്സ് ഐറ്റംസ്, കോസ്മെറ്റിക് ഏരിയ. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിന്റെ സംരംഭമായതുകൊണ്ട് തന്നെ ക്വാളിറ്റി, പ്രൈസ്, പിന്നെ സർവീസ് എല്ലാം സൂപ്പർ. ന്യൂ ബോൺ ബേബി പ്രോഡക്ട്സ്, ടോയ്സ്, ടെഡി ബെയർ ഏരിയ. ഏറ്റവും മികച്ച ബ്രാൻഡും ഏറ്റവും പുതിയ സ്റ്റോക്കുകളും ഹൈ ഫ്രഷിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കുർത്തികൾ, ചുരിദാറുകൾ, ഷർട്ടുകൾ, ഒപ്പം കുട്ടിയുടുപ്പുകളും. ഹൈ ഫ്രഷിൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫിഷ്, മീറ്റ്, അങ്ങനെ എല്ലാം ഫ്രഷ് ആണ്. തനിമ നഷ്ടപ്പെടാത്ത പഴങ്ങളും പച്ചക്കറികളും, ഒപ്പം ശുദ്ധമായ മത്സ്യവും മാംസവും. വെറൈറ്റി ഉൽപ്പന്നങ്ങളും മികച്ച ഓഫറുകളും. ദാ ഇങ്ങനെ കോഫിയൊക്കെ കുടിച്ച് ഒരു ഷോപ്പിംഗ്, അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. ലൈവ് കേക്ക് ആൻഡ് ബ്രെഡ്, ഡ്രൈ ഫ്രൂട്ട്സ്, ബേക്കറി, ഒപ്പം കഫറ്റീരിയ, വിശാലമായ പാർക്കിംഗ് സൗകര്യം. ഷോപ്പിംഗ് ഒരു അനുഭവമാക്കൂ. ഹൈ ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റിലൂടെ കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം, TB ജംഗ്ഷൻ, കട്ടപ്പന.